സ്തോത്രത്തിന്റെ ശക്തി. 2023 ഒക്ടോബർ മാസം ഞങ്ങൾ താമസിക്കുന്ന കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അല്പം തെക്കോട്ട് പോയാൽ തിരുവനന്തപുരത്തിന് കൊട്ടിയത്തിന് പോകുന്ന ഭാഗത്ത് അമ്പിപ്പൊയ്യ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അമ്പിപ്പൊയ്യ സ്കൂളിനടുക്കൽ ഞങ്ങളുടെ സഭയിൽ വരുന്ന കുറച്ച് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നു. അവർ താമസിക്കുന്ന തൊട്ടടുക്കൽ വേറൊരു പെന്തക്കോസ്ത് സഭയിൽ പോകുന്ന ഒരു വാത്സല്യ കുടുംബം പാർക്കുന്നുണ്ട്. ഒരമ്മയും 9 വയസ്സുള്ളൊരു മകനും. പിതാവ് വിദേശത്ത്. 9 വയസ്സുള്ളൊരു കുഞ്ഞും ഒരമ്മയും പാർക്കുന്ന വീട്ടിൽ ഉച്ചയ്ക്ക് ഒരു 11 മണി സമയമായപ്പോൾ അമ്മയുടെ അകത്തൊരു നിയോഗം. സമയമുണ്ടല്ലോ, വെറുതെ മൊബൈൽ തൂത്തിരിക്കേണ്ട, അല്പസമയം കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ അകത്തൊരു നിയോഗം കിട്ടിയ അമ്മ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി. ഈ മോൻ 9 വയസ്സുള്ള ഒരു കുഞ്ഞ്, ഒരേ ഒരു മകനേ ഉള്ളൂ. ഈ മകൻ ഒരു കമ്പും ഒരു പന്തും കൊണ്ട് വീടിന് ചുറ്റും നടന്നവൻ പന്ത് കളിക്കുക. അമ്മ അകത്ത് പ്രാർത്ഥിക്കുന്നു, മോൻ പുറത്ത് പന്ത് കളിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം പൊളുക്കോ എന്നൊരു ശബ്ദം കേട്ടു. തേങ്ങാ വല്ലതും അടന്ന് വീണയായിരിക്കും. എന്തെന്ന് നോക്കാൻ അമ്മ കതക് തുറന്ന് നോക്കി, ആരെയും കാണുന്നില്ല. പുറത്തു നിന്ന് തൻ്റെ മകനെ കാണുന്നില്ല. വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. വീടിന് ചുറ്റും നടന്ന് പരതി തിരക്കിയിട്ട് കാണുന്നില്ല. ഈ കുഞ്ഞ് എങ്ങോട്ട് പോയെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് നിൽക്കുമ്പം ഒരു ശബ്ദം, കിണറ്റിലൊരു ശബ്ദം കേൾക്കുന്നു. ഓടിച്ചെന്ന് അമ്മ കിണറ്റി നോക്കിയപ്പോൾ തൻ്റെ 9 വയസ്സുള്ള മകൻ കിണറ്റി കിടക്കുന്നു. 23 തൊടിയുള്ള കിണർ, 13 തൊടി വെള്ളം നിറഞ്ഞു കിടക്കുക. 23 തൊടിയുള്ള കിണറ്റിലെ ആഴത്തിലേക്ക് ഈ കുഞ്ഞ് എങ്ങനെ എത്തി നോക്കിയോ എങ്ങനോ ഇവൻ കിണറ്റിനകത്ത് പോയി. കിണറ്റി കടന്നുകൊണ്ട് ഈ അമ്മയും മോൻ വെള്ളത്തിലേക്ക് മുങ്ങി. 13 അടി വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയ കുഞ്ഞ് പൊങ്ങി വന്ന് മേലോട്ട് നോക്കി. ഒരു തൊടിയേൽ ഇങ്ങനെ പിടിച്ച് മേലോട്ട് നോക്കിയപ്പോൾ മമ്മിയെ കണ്ടു. താഴെ കിടന്നുകൊണ്ട് ഈ കുഞ്ഞ് നിലവിളിച്ചു. അമ്മ മുകളിൽ കിടന്ന് അലറി നിലവിളിക്കുക, ആരെങ്കിലും കുഞ്ഞിനെ വന്ന് രക്ഷിക്കാം. പക്ഷെ ഉച്ച സമയമായതുകൊണ്ട് അവിടെ ചുറ്റുവട്ടങ്ങളിൽ ആരും ഇല്ല, ആരും കേൾക്കാനില്ല. ഈ കുഞ്ഞ് നോക്കി നിൽക്കുമ്പം വീണ്ടും വെള്ളത്തിലോട്ട് മുങ്ങിപ്പോയ കുഞ്ഞ് സെക്കൻഡ് കൊണ്ട് പൊങ്ങി വന്നു. ഉടനെ അമ്മ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ്, മക്കളെ സ്തോത്രം പറ. ഈ തൊടിയെ പിടിച്ചു കടന്നുകൊണ്ട് 9 വയസ്സുള്ള കുഞ്ഞ് യേശുപ്പച്ചാ സ്തോത്രം എന്ന് പറഞ്ഞു. ഈ അമ്മയുടെ നിലവിളി കേട്ട് ദൂരത്തുനിന്ന് ഒരു മനുഷ്യൻ ഓടി വന്നു, കാര്യം തിരക്കി. പെട്ടെന്ന് ഫോൺ എടുത്തു, ഫയർഫോഴ്സുകാരെ വിളിച്ചു. അവർ അരമണിക്കൂർ എടുത്ത് ഈ സ്ഥലത്ത് വരാൻ, അമ്പിപ്പൊയ്യ വരാൻ. ഫയർഫോഴ്സുകാർ വന്ന് ഈ കിണറ്റിലോട്ട് നോക്കുമ്പോൾ ഈ കിണറിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഈ മോൻ 9 വയസ്സുള്ള കുഞ്ഞ് കുറച്ച് ചെള്ളയും മണ്ണും കൊണ്ട് അടിക്ക് ഇങ്ങനെ ചവിട്ടി മേലോട്ട് നോക്കി നിൽക്കുന്നു. സ്വത്രം. ഉടനെ അമ്മയോട് ഫയർഫോഴ്സുകാർ ചോദിച്ചു, ഈ കിണറ്റിൽ വെള്ളമില്ലയോ? പറഞ്ഞു, സാറേ 13 കോടി വെള്ളം നിറഞ്ഞു കിടക്കുക, മഴക്കാലമാ. സ്വത്രം. വെള്ളം എങ്ങോട്ട് പോയെന്നറിയാമോ? ഈ കുഞ്ഞ് സ്തോത്രം പറയാൻ തുടങ്ങിയപ്പം 13 കോടി വെള്ളം താഴോട്ട് വറ്റിപ്പോയി. വെള്ളത്തെ വറ്റിക്കാൻ കഴിയുന്ന ദൈവശക്തി.